അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായ തീരുമാനം എന്നുള്ളതാണ് സുപ്രീം കോടതി ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന തീരുമാനത്തിലൂടെ കാണേണ്ടത്. നോക്കൂ, ഇതിനകത്ത് ഇങ്ങനെയൊരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. ഇടക്കാല ജാമ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും തള്ളിയ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയിലാണ് വാദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലായിരുന്ന SV രാജുവിനോട് സുപ്രീം കോടതി ചോദിക്കുകയാണ്, ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് എങ്കിൽ, തെരഞ്ഞെടുപ്പ് 22-ാം തീയതിയാണല്ലോ ഡൽഹിയിൽ, ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഇടക്കാല ജാമ്യ ഹർജി പരിഗണിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇടക്കാല ജാമ്യ ഹർജി സ്വമേധയാ സുപ്രീം കോടതി എടുക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇല്ലാത്ത ഒരു ഹർജിയാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കാനിരിക്കുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതി പറയുന്നത്, നിങ്ങളൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സുപ്രീം കോടതി അനുമതി നൽകുന്നത്. അങ്ങനെ അനുമതി നൽകുകയാണ് എങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിലൊരു അണ്ടർടേക്കിംഗ് എഴുതി നൽകാൻ അഭിഷേക് മനു സിംഗ്വി തയ്യാറായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ സ്വാഭാവികമായിട്ടും ഇതിന്മേൽ വിശദമായ വാദം കേൾക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ, അതായത് ഒരു രാഷ്ട്രീയ നേതാവിന്, ആരാണ് ഈ രാഷ്ട്രീയ നേതാവ്? അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ, 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജയിലിലിട്ടിരിക്കുന്നത് എന്നുള്ളത് സുപ്രീം കോടതി കാണുന്നു. എന്നിട്ട് സുപ്രീം കോടതി ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് 2 വർഷം മുമ്പുള്ള ഒരു കേസിൽ ഈ ഘട്ടത്തിൽ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? അന്നേരം SV രാജു പറയുന്നത് എന്താണ്? ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. കാരണം ഈ ഘട്ടത്തിലെല്ലാം തന്നെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 100 കോടിയുടെ അഴിമതിയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ അത് 1100 കോടി രൂപയുടെ അഴിമതിയായി. അപ്പോൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആദ്യം 100 കോടി എന്ന് പറയുക, പിന്നീട് 1100 കോടി ആവുക എന്നുള്ളതും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയോ അരവിന്ദ് കെജ്രിവാളിനെ തിരികെ കയറ്റാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺ, ഈ സുപ്രീം കോടതി, നമ്മളെന്ന് പറയുമ്പോൾ രാജ്യം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും BJP അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു, അതിൻ്റെ ഉരുക്കുമുഷ്ടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്ന ഘട്ടത്തിലാണ്. സുപ്രീം കോടതിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ കാര്യത്തിലോ സഫ്രണൈസേഷൻ എന്ന് പറയുന്ന വലിയ ആരോപണം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ, ഒരുപക്ഷെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു പ്രതിപക്ഷം, നമ്മളെപ്പോഴും താരതമ്യം പറയാറുള്ളത് എന്താണ്, റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ എതിരാളികളെ ജയിലിലിടുന്നതുപോലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ, പ്രതിപക്ഷത്തുള്ള 2 സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ജയിലിലിടുന്നു എന്നുള്ള ആക്ഷേപം നോക്കിയിരിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ പീഠത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുപ്രീം കോർട്ട് ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ളതാണ്. ഇത് അപ്പെക്സ് കോർട്ടാണ്, ഇതിന് മുകളിൽ വേറെ അപ്പീലില്ല. അങ്ങനെ ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജനാധിപത്യം പുലരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ സാഹചര്യത്തിലാണ് തങ്ങളുടെ മുമ്പിൽ ഹർജിയില്ലാതെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പല കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ HR ഖന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 21, അടിയന്തരാവസ്ഥ രാജ്യത്ത് നടപ്പിലാക്കിയാൽ ആർട്ടിക്കിൾ 21 ബാധകമാകില്ല എന്നുള്ള മെജോറിറ്റി വ്യൂക്കെതിരായിട്ട് ന്യൂനപക്ഷ വിധി എഴുതിയിട്ടുള്ള ആൾ, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ആകാനുള്ള സീനിയോറിറ്റി ഉണ്ടായിരുന്നു. സീനിയോറിറ്റി മറികടന്ന് ചീഫ് ജസ്റ്റിസ് ആക്കാതെ പോയി. അപ്പോൾ ആ നിലയിൽ വ്യക്തിപരമായി മൈനോറിറ്റി വിധി എഴുതുന്നവരായാലും ഇത്തരത്തിൽ ധീരമായ നിലപാടെടുക്കുന്നവരായാലും നീതിന്യായ വ്യവസ്ഥ പുലരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആ നിലയിൽ HR ഖന്നയുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റിസ് ഖന്നയെ കാണാം. അത് ആ നിലയിൽ തന്നെയാണ് സുപ്രീം കോർട്ട് ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ള നിലയിലേക്ക് ജസ്റ്റിസ് ഖന്ന എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ കാണുന്നത് കാറ്റുമാറി വീശുന്നു എന്ന് തന്നെയാണ്. സത്താ ബസാർ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു 240+ ആണ് എന്ന്.
കോൺഗ്രസ് 100 സീറ്റുകൾക്ക് മുകളിലേക്ക് കയറാൻ പോകുന്നു എന്നുള്ളത്. നോക്കൂ, ഇന്നിപ്പോൾ സാധാരണഗതിയിൽ കാണാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള ദില്ലിയുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ഹരിയാനയിൽ കാണാം. അവിടെ 3 നിയമസഭാ സാമാജികർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ധൈര്യം വന്നു തുടങ്ങിയിരിക്കുന്നു പലർക്കും എന്നുള്ളതാണ്. പല മേഖലകളിലും നമുക്ക് ആ ധൈര്യം കാണാം. ഹിന്ദി ഭാഷയിലുള്ള വാർത്താ ചാനലുകളിൽ ആ മാറ്റം കാണാമെന്ന് അവിടെയുള്ളവർ പറയുകയാണ്. ആ നിലയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട്. കാറ്റ് മാറി വീശുന്നു എന്നുള്ള തോന്നലുണ്ട്. രാഷ്ട്രീയമായി എവിടെയാണ് കാറ്റ് മാറി വീശുന്നു എന്നുള്ളത്? അബ്കേ ബാർ 400 പാർ എന്ന മുദ്രാവാക്യം, 400 പാറിൻ്റെ സാങ്ക്ടിറ്റി എന്താണ്? നിങ്ങൾക്ക് ഭരണഘടനാ ഭേദഗതിയാണ്. എന്തിനാണ് ഭരണഘടനാ ഭേദഗതി വരുന്നത്? RSS എല്ലാ കാലഘട്ടത്തിലും പറയുന്ന സംവരണം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വലിയ പ്രചരണമായി ഇന്ത്യ ബ്ലോക്ക് രാജ്യമെങ്ങും വ്യാപിപ്പിക്കുകയാണ്. അതിനെതിരായി പ്രതിരോധം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവിടെ എത്തുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഏതായാലും ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് ഒരു വളരെ അനുകൂലമായ രീതിയിലുള്ള വിധിയെഴുത്താകും ഇതാണെങ്കിൽ. അതായത് ഇടക്കാല ജാമ്യം കെജ്രിവാളിന്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ മുന്നോട്ട് പോകണ്ടെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ ബ്ലോക്കിൽ ആരും പറയുന്നൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അനുവദിക്കുക, ആ ഭരണഘടനാപര അവകാശം നൽകുക എന്ന് സുപ്രീം കോടതി വിധിക്കുകയാണ്. Meet the editors.